എവരിവൺ. ഇന്ന് പാളിപ്പോയ ഒരു സ്ലീവ് ഡിസൈനുമായിട്ടാണ് വന്നത്. എളുപ്പമാണെന്ന് വിചാരിച്ചതായിരുന്നു. രണ്ട് സൈഡും ബോക്സ് പ്ലീറ്റൊക്കെ ഇട്ട് നടുക്ക് അതിനെ കൂട്ടിച്ചേർത്ത് തയ്ക്കുന്ന ഒരു ഡിസൈനായിരുന്നു. കസ്റ്റമർ തന്നൊരു ആ മോഡൽ കാണിച്ചപ്പോഴത്തേക്ക് എളുപ്പമല്ലേ എന്ന് വിചാരിച്ചങ്ങ് തുടങ്ങിയതാണ്. പക്ഷെ ഇത്തിരി മെനക്കെടേണ്ടി വന്നു. നമ്മൾ സ്ലീവ് സാധാരണ എത്രയാണോ സ്ലീവ് അതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത്, ലൈനിങ്ങിലാണ് കേട്ടോ, ലൈനിങ്ങിൽ സ്ലീവ് മാർക്ക് ചെയ്ത് എന്നിട്ട് നല്ല തുണി ഉണ്ടായിരുന്നു. ഈ പീസ് പ്രത്യേകം കൈക്ക് വേണ്ടി മാത്രം എടുത്തതാണ്. ലൈനിങ് മാർക്ക് ചെയ്തിട്ട് ലൈനിങ്ങിൻ്റെ മീതെ ഇതുപോലെ വച്ചിട്ട് രണ്ട് സൈഡും ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അതായിരുന്നു ഡിസൈൻ. പക്ഷെ ഒരു സൈഡ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ചൊക്കെ നോക്കുമ്പോഴേക്കും ഇപ്പോൾ ഇതെല്ലാം അങ്ങ് കഴിയും, പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ടൊക്കെ തീർക്കാമെന്നും പറഞ്ഞ് തുടങ്ങിയതായിരുന്നു. പക്ഷേ പാളിപ്പോയി. എന്നാലും ഫൈനൽ ഒരുവിധം കൊണ്ടെത്തിച്ചു. കറക്റ്റായതുപോലെ വച്ചിട്ട് 4 ചുറ്റും പിന്നൊക്കെ കുത്തി, 4 ചുറ്റും പിന്ന് കുത്തിയില്ല, മേളിൽ 3 അങ്ങനെ പിന്ന് കുത്തിയിട്ട് നമുക്ക് പാവാടയ്ക്ക് ബോക്സ് പ്ലീറ്റ് എടുക്കത്തില്ലേ, ആ പാവാടയ്ക്ക് ബോക്സ് പ്ലീറ്റ് എടുക്കുന്നത് പോലെ ഇതിലും ചെറിയ ചെറിയ ബോക്സ് പ്ലീറ്റായിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പൊക്കെ മതി. 1 ഇഞ്ച് ഗ്യാപ്പിന് ചെറിയ ബോക്സ് പ്ലീറ്റ് ഇട്ട് രണ്ട് സൈഡും അതുപോലെ നേരെ കറക്റ്റ് ആ ലെവൽ പിടിച്ച് വയ്ക്കണം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് തുണിയുടെ ഇതുകൊണ്ടാണോ, എനിക്ക് ഈ സൈഡ് ഈസി ആയതുപോലെ അപ്പുറത്തെ സൈഡ് ഈസി ആയിട്ട് വന്നില്ല. പിന്നെ കൊണ്ടുപോയി പ്ലീറ്റ് ഒക്കെ എടുത്ത് വെച്ച് പിന്നെല്ലാം കുത്തി തേച്ച് അയൺ ചെയ്തിട്ടൊക്കെയാണ് പിന്നെ വന്നിരുന്ന് തയ്ച്ചത്. അതുവരെ കറക്റ്റാണ് വന്ന് ഇപ്പുറത്ത് മല മറിക്കാമെന്ന് വിചാരിച്ചതാണ്. സംഭവം ഈസി ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് പോളി കോട്ടൺ തുണിയിലൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഇരിക്കും, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ അതേ കൊണ്ടുപോയി പിന്നൊക്കെ കുത്തി അയൺ പ്ലീറ്റെല്ലാം പിടിച്ച് വെച്ച് അയൺ ചെയ്ത് വന്നപ്പോൾ ഒരുവിധം എളുപ്പമായി. ആദ്യമേ 2 സൈഡും പിന്നെ കുത്തി അയൺ ചെയ്താൽ മതിയായിരുന്നു. എളുപ്പവഴി നോക്കിയത്. ഈ സംഭവം മേളിൽ നിന്ന് തൊട്ടേയും ഇടാം കേട്ടോ, അവർക്ക് ഇവിടെ നിന്ന് മതി എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്തത്. ആ തുണി തന്നെ എക്സ്ട്രാ വന്നിട്ട് മടക്കി അടിച്ചു. അല്ലാണ്ട് ആ പ്ലീറ്റ് കൂടെ പുറത്തുകൂടെ വരുന്നെങ്കിലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ആദ്യം ഇങ്ങനെ നല്ല വശം വെച്ചിട്ട് ഒരു തയ്യൽ താഴെ കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് അനങ്ങാതിരിക്കും. പിന്നെ അതിനെ മടക്കി തുമ്പ് മടക്കി അടിച്ചു കൊടുത്തു. തുമ്പ് മടക്കി അടിക്കുമ്പോഴത്തേക്ക് അടിയിൽ ആ പ്ലീറ്റ് കൊള്ളാണ്ട് നോക്കണം. ഒരുവിധം ഇനി സെൻറ്ററൊക്കെ നോക്കിയിട്ട് സെൻറ്ററിൽ നമുക്കത് പ്ലീറ്റിനെ പിടിച്ച് വെച്ച് തയ്ക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യണം. എന്നിട്ട് നടുക്കുന്ന സൂചി എടുത്ത്
സൂചി എടുത്തിട്ട് പ്ലീറ്റിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ പിടിച്ചിട്ട് കൂട്ടി തയ്ക്കണം. ഇനി ഇതിൻ്റെ നടുക്ക് നമുക്ക് ബീഡ്സ് വയ്ക്കാം. അവർക്ക് ബീഡ്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വയ്ക്കാത്തത്. ബീഡ്സ് വയ്ക്കാം, പേള് വയ്ക്കാം. പ്ലെയിൻ തുണിയിൽ ഇതുപോലെ ചെയ്തിട്ട് ബീഡ്സോ പേളോ ഒക്കെ വച്ച് കൊടുത്താൽ നന്നായിരിക്കും, കുറച്ചുകൂടെ ഭംഗി കാണും. ഇത് നമുക്ക് തരുന്ന തുണിയിലല്ലേ തയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുവിധം അതിനെ റെഡിയാക്കി. വെളിയിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. പക്ഷെ കയ്യിലിടുമ്പോൾ ഭംഗിയായിരിക്കും. ആ കുട്ടി നല്ല നിറമൊക്കെ ഉള്ളതുകൊണ്ട്.